അവിടെ എത്തിയോ? ഞാനിതാ വന്നു. ഒരു 10 മിനിറ്റ്സ്. മാം ഒരു മിനിറ്റ് മാം, നിങ്ങൾ ട്രിപ്പിൾ സി ബെനിഫിറ്റിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? ഭവ്യ, ക്ലയന്റ് വെയിറ്റിംഗ് ആണ്. എനിക്ക് 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തണം. സോറി മാം, ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അൺലൈക്ക് അതർ ഡെവലപ്പർ നമ്മുടെ ഒരു ലാർജ് എക്സ്റ്റെൻഡ് ലാൻഡ് ആണെങ്കിൽ നമ്മളത് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് സൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ലേ ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വന്നിട്ട് ഒരു 15 സെൻസ് ലാൻഡ് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് 15 സെൻറ്റിലാണ് വീട് വേണ്ടത്. വി ആർ റെഡി ടു ഗിവ് ദം 15 സെൻസ്. ഇനിയല്ല, വേറൊരു ക്ലയൻറ്റ് വന്ന് നമുക്ക് 5 സെൻറ്റ് ചോദിച്ചു. വി ആർ റെഡി ടു ഗിവ് ദം 5 സെൻറ്റ്. റിമൈനിങ് എത്ര ലാൻഡ് ഉണ്ടോ അത് ക്ലയൻറ്റിൻ്റെ ചോയ്സിനനുസരിച്ച് ലേ ഔട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ലാൻഡിലുള്ള കസ്റ്റമൈസേഷൻ. അത് എല്ലാ ഡെവലപ്പേഴ്സിനും നൽകാനാവണമെന്നില്ല. എപ്പോഴും എല്ലാവരും ഒരു ഫിക്സഡ് ലേ ഔട്ട് വെച്ചിട്ടാണ് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. അതാണ് റിക്ടർ റിയൽറ്റേഴ്സിൻ്റെ ഫസ്റ്റ് കസ്റ്റമൈസേഷൻ. സെക്കൻഡ് സി ഓഫ് കോഴ്സ് പ്ലാൻ ആണ്. ലാൻഡ് ഓൾറെഡി ആസ് പെർ ദിയർ ചോയ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് പ്ലാൻ ആണ്. നമ്മളൊരിക്കലും റിക്ടർ റിയൽറ്റേഴ്സ് ഒരിക്കലും നമ്മുടേതായ ഒരു പ്ലാനിൽ ഒരു വില്ലയും റെഡിമെയ്ഡായി എടുത്തു വെച്ച് കൊടുക്കുന്നില്ല. പകരം ക്ലയൻസ് വന്നു അവരുടെ ഇഷ്ടാനുസരണം ലാൻഡ് ചൂസ് ചെയ്തു, അതിനനുസരിച്ചിട്ട് അവരുടെ പ്ലാൻ. നമ്മുടെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്, ഡിസൈനേഴ്സ് അവരിരുന്ന് അവർക്ക് എപ്പോഴാണോ ഫൈനലായിട്ടുള്ള ഒരു പ്ലാന് ഓക്കെ ആവുന്നത് അതുവരേക്കും അവർ ടീം വിൽ ബി വർക്കിംഗ് ബിഹൈൻഡ്. അങ്ങനെ ടോട്ടൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിലാണ് ക്ലയൻറ്റിന് എന്ത് ചെയ്യുന്നത്, ഒരു വില്ല ആയാലും മറ്റേത് വീടും ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ സെക്കൻഡ് കസ്റ്റമൈസേഷൻ. ഇനി തേർഡ് കസ്റ്റമൈസേഷൻ നെക്സ്റ്റ് വീഡിയോയിലാവാം അല്ലേ? ഓക്കെ.